Hello, good morning, my dear students. Today we are going to discuss about the consent which is obtained through fraud. We already discussed about what is coercion, what is undue influence. Now we are going to discuss what is the consent which is obtained through fraud. ഫ്രോഡിലൂടെ എങ്ങനെയാണ്, അതായത് നമ്മൾ ഫ്രീ കൺസെൻറ്റിനെ പറ്റിയാണ് പഠിച്ചത്. ഫ്രീ കൺസെൻറ്റ് ആകണമെങ്കിൽ കൺസെൻറ്റ് കൊയേഷനിലൂടെ ആകരുത്, അൺഡ്യൂ ഇൻഫ്ലുവൻസിലൂടെ ആകരുത്, മിസ്റെപ്രസെൻറ്റേഷനിലൂടെ ആകരുത്, ഫ്രോഡിലൂടെ ആകരുത്, മിസ്റ്റേക്കിലൂടെ ആകരുത്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഫ്രോഡ്? ഫ്രോഡ് എന്നുള്ളതിൻ്റെ വാക്ക് തന്നെ അറിയാലേ, ചീറ്റിംഗ് എന്നാണ് അല്ലേ. ഇറ്റ് ഈസ് ദ മേക്കിംഗ് അല്ലെങ്കിൽ ഗിവിങ് അല്ലെങ്കിൽ ഓർ ടെല്ലിങ് ഫോൾസ് തിങ്സ് വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഡിസീവ് അതർ പാർട്ടി. അതാണ് പറയുന്നത്. ഒരാളെ പറ്റിക്കണം അല്ലെങ്കിൽ ചീറ്റ് ചെയ്യണം എന്നുദ്ദേശിച്ച് ശരിയല്ലാത്ത കാര്യം ശരിയെന്ന് പറയുകയും തെറ്റെന്ന് ബോധ്യമുള്ള കാര്യവും നമ്മൾ ശരിയെന്ന് പറയുകയും ചെയ്താൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്രോഡ് എന്ന് വിളിക്കുന്നത്. നമുക്ക് നോക്കാം എന്താണ് വാട്ട് ഈസ് ഫ്രോഡ്. ഇറ്റ് മീൻസ് ഇൻറ്റൻഷണൽ ഓർ വിൽഫുൾ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട്. മനഃപൂർവ്വമായിട്ട് ഒരു കാര്യം പറയുന്നു. എങ്ങനെയാണ്? വെൻ എ റോങ് റെപ്രസെൻറ്റേഷൻ മേഡ് ബൈ എ പാർട്ടി വിത്ത് ദ ഇൻറ്റൻഷൻ ടു ഡിസീവ് ദ അതർ പാർട്ടി. തെറ്റായ കാര്യം നമ്മൾ പറയുന്നു എന്തിനു വേണ്ടി? മറ്റേ വ്യക്തിയെ, മറ്റേ എതിർ പാർട്ടിയെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ചതിക്കാനായിട്ട്, ചീറ്റ് ചെയ്യാനായിട്ട്, ഡിസീവ് ചെയ്യാനായിട്ട്. ഓർ ടു കോസ് ഹിം ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. അല്ലെങ്കിൽ അയാളെ നമ്മൾ ചതിക്കുവാനോ അല്ലെങ്കിൽ അയാളെ നമ്മൾ പറ്റിച്ചുകൊണ്ട് കോൺട്രാക്റ്റിലേക്ക് എൻട്രി ചെയ്യിക്കാനോ നമ്മൾ പറയുന്ന കാര്യം എന്നാണ് ഇറ്റ് ഈസ് സെഡ് ടു ബി ഫ്രോഡ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇറ്റ് ഈസ് ദ റോങ് റെപ്രസെൻറ്റേഷൻ intending to deceive the other party to enter into the contract is called fraud. The term fraud includes all acts committed by a person with a view to deceive another person. മറ്റൊരു വ്യക്തിയെ ചതിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിക്കുന്നു, എന്തൊക്കെ റെപ്രസെൻറ്റേഷൻ നടത്തുന്നു, അതിനെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് പറയുന്നത്. ടു ഡിസീവ് മീൻസ് ടു ഇൻഡ്യൂസ് എ മാൻ ടു ബിലീവ് ദാറ്റ് തിങ് ഈസ് ട്രൂ വിച്ച് ഈസ് ഫാൾസ്. ഈ ഡിസീവ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു വ്യക്തിയെ തെറ്റായ കാര്യം ശരിയെന്ന് പറഞ്ഞ് അയാളെ പറ്റിക്കുന്നതിനാണ് ഡിസീവ് എന്ന് പറയുന്നത്. ഓക്കെ, അയാളെ നമ്മൾ വിശ്വസിപ്പിക്കുന്നത് എന്താണ്? ഒരു കാര്യം ശരിയാണെന്ന്, പക്ഷേ ആക്ച്വലി വി നോ ഇറ്റ് ഈസ് ഫോൾസ്. ക്ലിയർ? ഉദാഹരണത്തിന് നമ്മളൊരു കാറ് വിൽക്കുന്നു. അപ്പോൾ നമ്മൾ ആ കാറ് പഴയതാണ്, വർക്ക് ചെയ്യുന്നില്ല, നല്ലതുപോലെ എൻജിൻ പ്രോബ്ലം ഉണ്ട്, നമ്മളറിയാം. അങ്ങനെയല്ല, നല്ല സൂപ്പർ കാറാണ്, സൂപ്പർ എൻജിനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ അയാളെ നമ്മൾ തെറ്റെന്ന് അറിഞ്ഞിട്ട് നമ്മളത് പറഞ്ഞ് പറ്റിക്കുന്നതിനാണ് ഫ്രോഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. സെക്ഷൻ 17 states that fraud means and includes any of the following acts. First one, the suggestion as to a fact of that which is not true by one who does not believe it to be true. ഒരു കാര്യം നമ്മൾ ഫാക്റ്റായിട്ട് പറയുന്നു, അത് നമുക്ക് സത്യമല്ലെന്ന് അറിയാം, പക്ഷേ അല്ലെങ്കിൽ നമ്മൾ സത്യമല്ലെന്ന് വിശ്വസിക്കുന്നു, പക്ഷേ എന്നിരുന്നാലും നമ്മളത് പറയുന്നു, സത്യമാണെന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. നമുക്ക് ഉറപ്പില്ലാത്ത കാര്യം സത്യമാണെന്ന് പറയുന്നു. നെക്സ്റ്റ് വൺ, ദ ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട് ബൈ വൺ ഹാവിങ് നോളജ് ഓർ ബിലീഫ് ഓഫ് ദാറ്റ് ഫാക്ട്. അല്ലേ, നമുക്കറിയാവുന്നൊരു കാര്യം മറച്ചു വയ്ക്കുന്നു. എൻജിൻ ട്രബിൾ ആണെന്ന് അറിയാം, പക്ഷേ അല്ല എന്നുള്ള, അതല്ലെങ്കിൽ ആ ഒരു സത്യം മറച്ചു വെച്ച് കാര്യം പറയാം. ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട്. നെക്സ്റ്റ് വൺ, എ പ്രോമിസ് മെയ്ഡ് വിത്തൗട്ട് എനി ഇൻറ്റൻഷൻ ഓഫ് പെർഫോമിങ് ഇറ്റ്. ഒരു കാര്യം നമ്മൾ ഒരു വാഗ്ദാനം കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ അത് പാലിക്കാതിരിക്കുന്നു. ഓക്കെ, നമ്മൾ പറയുന്നു ഈ കാർ നിങ്ങൾ വാങ്ങിയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വാങ്ങിക്കൊള്ളാം എന്ന് പറയുന്നു, ബട്ട് പ്രോമിസ് കൊടുക്കുകയാണ്, ബട്ട് നെവർ പെർഫോമിങ് ദാറ്റ് പ്രോമിസ്. എനി അതർ തിങ്സ് ഓർ ആക്ട് ഫിറ്റഡ് ടു ഡിസീവ്. മറ്റെന്തെങ്കിലും പ്രവൃത്തി, ചതിക്കണം, ചീറ്റ് ചെയ്യണം എന്നുള്ള മറ്റെന്തെങ്കിലും പ്രവൃത്തി, അതും എന്തായിട്ട് വിളിക്കുന്നു? ഇറ്റ് ഈസ് സെഡ് ടു ബി ഫ്രോഡ്. എനി അതർ ആക്ട് ഫിറ്റഡ് ടു ഡിസീവ് ദ അതർ പാർട്ടി. നെക്സ്റ്റ് വൺ, എനി സച്ച് ആക്ട് ഓർ ഒമിഷൻ ആസ് ദ ലോ സ്പെഷ്യലി ഡിക്ലെയർസ് ടു ബി ഫ്രോഡുലന്റ്. മറ്റെന്തെങ്കിലും പ്രവൃത്തി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നിയമം, മറ്റെന്തെങ്കിലും നിയമത്തിൻ്റെ ലംഘനം എന്തിനു വേണ്ടി ചെയ്യുന്നു? വിച്ച് ഈസ് ഡിക്ലെയർസ് ടു ബി വോയിഡ് ഓർ ഫ്രോഡുലന്റ്. അത്തരം പ്രവൃത്തി ചതി അല്ലെങ്കിൽ ഫ്രോഡുലൻ്റ് ആണെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രവർത്തനം ചെയ്യുകയാണെങ്കിൽ ഇത്രയും കാര്യത്തെയാണ് നമ്മൾ ഫ്രോഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എന്തൊക്കെയാണ്? തെറ്റായ കാര്യം ശരിയെന്ന് പറയുന്നു, ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നു, പ്രോമിസ് കൊടുക്കുന്നു, അത് പക്ഷേ പാലിക്കുന്നില്ല, മറ്റെന്തെങ്കിലും ചതിക്കാനുള്ള പ്രവൃത്തി, നിയമം ലംഘിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും നിയമം ഒമിഷൻ നടത്തുന്നു. ഇതാണ് നമ്മൾ ഫ്രോഡ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വൺ, what are the elements of fraud? First one, the fraudulent act. ഇതിൻ്റെ നോട്ട് ഞാൻ നിങ്ങൾക്ക് ഫോട്ടോ എടുത്ത് അയച്ചു തരാം.
പോയിന്റുകൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നു, ബാക്കി നിങ്ങൾ നോട്ട് നോക്കി വായിച്ച് പഠിക്കണം. ഫസ്റ്റ് എലമെൻറ്റ്, ദ ഫ്രോഡുലന്റ് ആക്ട് മസ്റ്റ് ഹാവ് ബീൻ കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട്. ഈ ഫ്രോഡിൻ്റെ പ്രവർത്തനം ചെയ്യുന്നത് ആരായിരിക്കും? ദ ആക്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ഫ്രോഡ് മസ്റ്റ് ഹാവ് ബീൻ കമ്മിറ്റഡ് ബൈ എ പാർട്ടി ടു ദ കോൺട്രാക്ട് ഓർ വിത്ത് ഹിസ് ഏജൻറ്റ് ഓർ വിത്ത് ഹിസ് ഫ്രണ്ട്. ഓക്കെ, ഈ ആക്ട് ഓഫ് ഫ്രോഡ് ചെയ്യുന്നത് സാധാരണ വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അയാളുമായി ബന്ധപ്പെട്ട ആളായിരിക്കാം. അല്ലാതെ ഒരു സ്ട്രേഞ്ചർ ഒരിക്കലും ഫ്രോഡ് ചെയ്യാറില്ല. ഒരു കോൺട്രാക്റ്റ് ചതി ചെയ്യുന്നത് കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന വ്യക്തിയോ അല്ലെങ്കിൽ അയാളുടെ ഏജൻറ്റോ വേണ്ടപ്പെട്ടവരോ ആയിരിക്കും. ദാറ്റ്സ് ദ ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, there must be a representation or suggestion or assertion of a fact which must be false. ഇവിടെ നമ്മൾ പറയുന്നൊരു കാര്യം പറയും, പക്ഷേ അത് ഫോൾസ് ആയിരിക്കും. ട്രൂ എന്ന് പറയും, പക്ഷേ അത് ഫോൾസ് ആയിരിക്കും. അതാണ് ഇവിടെ. ഇൻ ഓർഡർ ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഫോർ ദെയർ മസ്റ്റ് ബി സം റെപ്രസെൻറ്റ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നു, അല്ലെങ്കിൽ ഒരു സജഷൻ വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു അസർഷൻ വയ്ക്കുന്നു, അല്ലെങ്കിൽ ഒരു ഫാക്ടിനെ കുറിച്ച് പറയുന്നു വിച്ച് ഈസ് ആക്ച്വലി ഫോൾസ് ആൻഡ് ദ പാർട്ടി മേക്കിംഗ് ദാറ്റ് ഇറ്റ് ഈസ് ഫോൾസ്. ഇത് പറയുന്ന ആൾക്കറിയാം ഇത് കള്ളമാണെന്ന്, പക്ഷേ അയാളിത് കള്ളമല്ലാത്ത രീതിയിൽ പറയും. അല്ലേ? ഒരാൾ പറയുന്നു, അയാൾ നേരത്തെ നിങ്ങളത് പറഞ്ഞാണ്, ഞാൻ എൻ്റെ ഒരാൾ കാർ XYക്ക് കാർ കൊടുക്കുന്ന സമയത്ത് X പറയുകയാണെങ്കിൽ ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡൽ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ബ്രാൻഡ് ആണെന്ന് പറയുന്നു. എന്നിട്ട് നമുക്കറിയാവുന്നത് ന്യൂ ആണ്, അത് ഇത് ഏറ്റവും നല്ല മോഡലാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങ് തട്ടിവിടും, അല്ലേ? പക്ഷെ നമുക്കറിയാം ഇത് തെറ്റാണെന്ന്, അല്ലേ? ഓൾഡ് മോഡലാണെന്ന്. ഈ റെപ്രസെൻറ്റേഷൻ തെറ്റായ കാര്യം നമ്മൾ ശരിയെന്ന രീതിയിൽ പറയുമ്പോൾ ഇറ്റ് ഈസ് ടു ബി ഫ്രോഡ്. ഇറ്റ്സ് എ സെക്കൻഡ് എലമെൻറ്റ്. ഓക്കെ, അപ്പം ഫ്രോഡുലൻ്റ് എന്നുള്ളത് ഒരാളായിരിക്കും, കോൺട്രാക്റ്റിലുള്ള വ്യക്തിയായിരിക്കും ചെയ്യുന്നത്. രണ്ടാമത്തത് അവിടെ റെപ്രസെൻറ്റേഷൻ തെറ്റായ കാര്യം ശരിയെന്ന് പറയുന്നു. മൂന്നാമത്തത് ആക്റ്റീവ് ഓർ വിൽഫുൾ കൺസീൽമെൻറ്റ് ഓഫ് ആക്ട്. നേരത്തെ പറഞ്ഞാണ്, ദ പാർട്ടി ടേക്ക് സം പോസിറ്റീവ് സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ് ആൻ ഇൻഫർമേഷൻ ഫ്രം റീച്ചിങ് ദ അതർ പാർട്ടി. ഇറ്റ് ഈസ് കാൾഡ് ആക്റ്റീവ് കൺസീൽമെൻറ്റ് ആൻഡ് എമൗണ്ട്സ് ടു ഫ്രോഡ്. അല്ലേ? യഥാർത്ഥ കാര്യം മറ്റേ വ്യക്തിയുടെ കാതിൽ എത്താതിരിക്കാൻ വേണ്ടി പരമാവധി മറച്ചു വയ്ക്കുന്നു. ദാറ്റ്സ് ടു ബി ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട്. ഓക്കെ, ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട്. അല്ലേ? നമ്മൾ ഒരു കാര്യം അയാൾ അറിയാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ ഒരു സ്കൂട്ടർ വയ്ക്കുന്നു, സ്കൂട്ടറിനകത്ത് കുറേ സ്ക്രാച്ചുകളുണ്ട്, നമ്മൾ അത് അയാളെ അറിയിക്കാതിരിക്കാൻ വേണ്ടി കുറച്ച് പെയിൻ്റൊക്കെ ടച്ച് ചെയ്തൊക്കെ വയ്ക്കുന്നു. ദാറ്റ്സ് ആൻ ആക്റ്റീവ് കൺസീൽമെൻറ്റ് ഓഫ് ഫാക്ട്. Okay, next one, promise made without any intention to perform it. If the promiser made a promise without intention to perform, it will be taken as fraud. ഒരു കാര്യം ഞാനിത് ചെയ്യാമെന്ന് പ്രോമിസ് കൊടുക്കുന്നു, പക്ഷേ അത് ചെയ്യുന്നില്ല, ഒരു പെർഫോം ചെയ്യാൻ താല്പര്യമില്ല, അങ്ങനെ ഇറ്റ് ഈസ് ദ പ്രൈമറി ഡ്യൂട്ടി ഓഫ് ദ പ്രോമിസർ ടു പെർഫോം ദ കോൺട്രാക്ട് ആസ് സ്റ്റെപ്പ്. അല്ലേ? ഒരു പ്രോമിസ് കൊടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ദ പ്രോമിസർ ടു പെർഫോം ദ കോൺട്രാക്ട് വിത്തിൻ ദ ടൈം. ഇവിടെ പ്രോമിസ് കൊടുക്കുന്നു, പക്ഷേ പ്രോമിസ് പെർഫോം ചെയ്യുന്നില്ല. നെക്സ്റ്റ് വൺ, an act or representation etc. must be done or made with the intention to deceive. ഇവിടെ ചെയ്യുന്ന എന്താ പ്രവൃത്തി? To constitute fraud there must be an intention to deceive the other party. ഇവിടെ കൊടുക്കുന്നത് മറ്റൊരാളെ ചതിക്കാൻ വേണ്ടിയാണ് ആ റോങ് റെപ്രസെൻറ്റേഷൻ, സ്റ്റേറ്റ്മെൻറ്റ്, അസർഷൻ ഓർ ഫാക്ട് എക്സെട്ര കൊടുക്കുന്നത്. അല്ലേ? ഇറ്റ് ഈസ് ദ റോങ് റെപ്രസെൻറ്റേഷൻ ഈസ് ഗിവൺ ടു ഡിസീവ് ദ അതർ പാർട്ടി. നെക്സ്റ്റ് വൺ, ഇഫ് an act or omission has specially been declared by law to be fraud, it amounts to fraud. ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു കാര്യം നിയമപ്രകാരം ഫ്രോഡിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്രോഡ് തന്നെയാണ്. അല്ലേ? certain acts and omissions have been. ഉദാഹരണത്തിന്, നമ്മൾ വസ്തു വിൽക്കുന്ന സമയത്ത് വസ്തുവിൻ്റെ യഥാർത്ഥ ഓണർ അല്ലാതെ, അല്ലെങ്കിൽ വസ്തുവിൻ്റെ പുറത്ത് കുറച്ച് ബാധ്യത ഉണ്ട്, ബാങ്ക് ലോണിനുണ്ട്, ബാങ്കിൽ കുറച്ച് ബാധ്യതയുണ്ട് എന്നൊക്കെ അറിയാനിട്ട് ആ കാര്യം മറച്ചു വെച്ചുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഒമിഷൻ നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിയമപ്രകാരം ഒരു നിയമത്തിൻ്റെ ചില നിയമത്തിൻ്റെ ചില നിയമപ്രകാരം ചെയ്യേണ്ട കാര്യം ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ, അതായത് ബാധ്യതാ സർട്ടിഫിക്കറ്റ് എടുക്കാതെ വസ്തു വിറ്റ് കഴിഞ്ഞാൽ, അല്ലേ? അതൊക്കെ ഇറ്റ് ഈസ് ആൻ ആക്ട് ഓർ ഒമിഷൻ വിച്ച് ഈസ് സ്പെഷ്യലി ബീൻ ഡിക്ലെയർഡ് ആസ് ഫ്രോഡുലന്റ്. ഓക്കെ, ഇത് അതായത് സർട്ടൺ ആക്ട്സ് ഓർ ഒമിഷൻസ്, അത് നിയമപ്രകാരം ഫ്രോഡിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത്തരം പ്രവർത്തനത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? ഫ്രോഡ് എന്ന് തന്നെ വിളിക്കുന്നു. നെക്സ്റ്റ് വൺ, ദ റെപ്രസെൻറ്റേഷൻ എക്സെട്ര മസ്റ്റ് റിലേറ്റ് ടു എ ഫാക്ട്. എ മിയർ എക്സ്പ്രഷൻ ഓഫ് ഒപ്പീനിയൻ, ഇമാജിനേഷൻ, ഗസ് വർക്ക്, hearsay or of intention or some puffing expression or statement does not constitute fraud. അല്ലേ? എന്താണ് വെറുതെ പറയുന്ന ഒരു കാര്യം ഫ്രോഡ് ആവത്തില്ല. ഒരാളെ ചതിക്കണമെന്ന് ഉദാഹരണത്തിന് ഒരാൾ തൻ്റെ കുതിരയെ വിൽക്കുന്ന സമയത്ത് വേറെ ഒന്നും അയാൾ പറയുകയാണ്, എൻ്റെ കുതിര എന്താണ് ഒരു സമയം നിൽക്കില്ല, ഫുൾ സമയം ഓട്ടമാണ് എന്ന് വെറുതെ ഇങ്ങനെ വിടുന്നു, വെറുതെ പറയുന്നു. അത് ഫ്രോഡായിട്ട് കണക്കാക്കില്ല. അത് വെറുതെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു പഫിങ് വേർഡാണ്. അല്ലേ? വെറുതെ പറയുന്നത് ഒരു ഗസ് വർക്കായിട്ട് പറയുന്നത് ഒരു ഇമാജിനേഷനാണ്. അതിന് ഇറ്റ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ്
ഫ്രോഡ്. ഓക്കെ, അപ്പം ഫ്രോഡ് എന്നുള്ളത് ചതിക്കാനുള്ള ഒരു കാര്യമാണെങ്കിൽ ഫ്രോഡായിട്ടുള്ളത്, അതായത് വെറും റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് എന്താണ്, വെറും ഗസ് വർക്ക്, വെറും ഇമാജിനേഷൻ, വെറും പഫേർഡ്സ്, ഇതൊന്നും ഒരു എന്താണ് ഇതിനകത്ത് വരത്തില്ല. പഫിങ് എക്സ്പ്രഷനൊന്നും ഇതിനകത്ത് വരില്ല. നെക്സ്റ്റ് വൺ, ദ അതർ പാർട്ടി മസ്റ്റ് ബി ഡിസീവ്ഡ്. ഇവിടെ ഫ്രോഡ് ആകണമെങ്കിൽ എന്ത് ചെയ്യണം? ദ റൂൾ ഈസ് ദാറ്റ് എ മിയർ അറ്റംപ്റ്റ് ടു ഡിസീവ് ദ അതർ പാർട്ടി ഈസ് സെഡ് ടു ബി ഫ്രോഡ്. അയാൾ ആക്ച്വലി ഡിസീവ്ഡ് ആണെങ്കിൽ ഇത് ഫ്രോഡാണ്. If a representation does not come to the notice of the party, it cannot be said to be mislead the party. നമ്മൾ നടത്തുന്ന ഒരു പ്രവൃത്തി മിസ്ലീഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അത് അയാളെ ഒന്നും മിസ്ലീഡ് ചെയ്തിട്ടില്ല എങ്കിൽ അതിനെ ഫ്രോഡ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ആക്ച്വലി ആൻ എക്സ്പ്രഷൻ ഓർ റെപ്രസെൻറ്റേഷൻ ഓഫ് ഫാക്ട് വിച്ച് is intended to deceive and actually it happens, then it is said to be fraud. നമ്മളൊരാളെ ചതിക്കണമെന്ന് പറഞ്ഞ വാക്ക് അത് അയാൾക്ക് ചതിയായിട്ട് വന്നാൽ അത് ഇതാണ്, അല്ലാതെ അത് അയാളെ ബാധിച്ചിട്ടില്ലെങ്കിൽ അതിനെ ഫ്രോഡായിട്ട് കണക്കാക്കാൻ പറ്റില്ല. ലാസ്റ്റ് വൺ, ദ പാർട്ടി ആക്ടിങ് ഓൺ ദ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ബി സബ്ജക്ട് സം ലോസ്. അല്ലേ, ഇറ്റ് ഈസ് ദ കോമൺ റൂൾ ദാറ്റ് ഡാമേജ് ഉണ്ട് എങ്കിൽ, അതായത് ഇവിടെ പറയുന്നുണ്ട് ദർ ഈസ് നോ ഫ്രോഡ് വിത്തൗട്ട് ഡാമേജ്. അല്ലേ, ഒരു വ്യക്തിക്ക് ഈ ഫ്രോഡ് മൂലം എന്തെങ്കിലും ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഫ്രോഡ് തന്നെയാണ്. സച്ച് ആസ് ഫ്രോഡ് വിത്തൗട്ട് ഡാമേജ് ഓർ ഡാമേജ് വിത്തൗട്ട് ഫ്രോഡ് ഡസ് നോട്ട് ഗിവ് റൈസ് ടു ദ ആക്ഷൻ ഓഫ് ഡിസീവ്. ഒരാളെ ചതിച്ചു എന്ന് നമ്മൾ പറയണമെങ്കിൽ, ഫ്രോഡാണെന്ന് നമ്മൾ പറയണമെങ്കിൽ, ദാറ്റ് പാർട്ടി ഹാവ് സം ഡാമേജ് ഇൻഗോഡ് സം ഡാമേജ്. അതായത് ദ പാർട്ടി ആക്ടിങ് ഓൺ ദ റെപ്രസെൻറ്റേഷൻ മസ്റ്റ് ഹാവ് ഇൻഗോഡ് ഓർ സഫേർഡ് സം ലോസ് ഓർ ഡാമേജ്. If there is no damage, no fraud. If there is damage, there is fraud. Okay, that's are the elements of fraud. Okay, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എഫക്റ്റ് ഓഫ് ഫ്രോഡ്, ലാസ്റ്റ് വൺ, എഫക്റ്റ് ഓഫ് ഫ്രോഡ്. നേരത്തെ പറഞ്ഞ കണക്കാണ്, കൊയേഷൻ പോലെ തന്നെയാണ് എഫക്റ്റ് ഓഫ് ഫ്രോഡിലത് പറയുന്നത്. ഫ്രോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അറ്റ് ദ ഓപ്ഷൻ ഓഫ് വോയിഡബിൾ കോൺട്രാക്ട്, അയാളുടെ കൺസെൻറ്റ് ഫ്രീ അല്ല എന്ന് കണക്കാക്കിയിട്ട് ഇറ്റ് ഈസ് സെഡ് ടു ബി വോയിഡബിൾ കോൺട്രാക്ട്. ഇൻ കേസ് ഓഫ് ഫ്രോഡ്, ദ അഗ്രീവ്ഡ് പാർട്ടി യൂഷ്വലി ഹാസ് ദ ഫോളോവിങ് റെമഡീസ്. ഫ്രോഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് ഒന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ക്യാൻ റിസൈൻ ദ കോൺട്രാക്ട്, അയാൾക്ക് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാം, കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറാം. രണ്ടാമത്, ഹി ക്യാൻ സ്യൂ ഫോർ ഡാമേജ്, നഷ്ടത്തിന് കേസ് കൊടുക്കാം. ഫ്രോഡ് ഒരു സിവിലായിട്ടുള്ളൊരു ഇതാണ്. ഡാമേജ് ഉണ്ടായ ഡാമേജിന് കൃത്യമായ കോമ്പൻസേഷന് വേണ്ടി കൊടുക്കാം. മൂന്നാമത്തത്, ഹി ക്യാൻ ഇൻസിസ്റ്റ് ഓൺ ദ സ്പെസിഫിക്, നമുക്ക് ഡാമേജ് ഉണ്ടാകുന്നത് അയാൾ ആ കോൺട്രാക്റ്റിൽ നിന്ന് പിന്മാറുമ്പോഴാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അയാളുടെ അടുത്ത് ആ പ്രോമിസ് പെർഫോം ചെയ്യാനായിട്ട് ആവശ്യപ്പെടാം. അല്ലേ, ചെയ്യാമെന്ന് പറഞ്ഞാൽ അയാൾ പറഞ്ഞു, പക്ഷേ അയാൾ ചെയ്തില്ലാത്തതുകൊണ്ടാണ് എനിക്ക് നഷ്ടം ഉണ്ടാകുന്നത്. പ്രോമിസ് പാലിക്കാത്തതും ഫ്രോഡെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അങ്ങനെയാണെങ്കിൽ ഹി ക്യാൻ എന്താണ്, ദ കോർട്ട് മേ ആസ്ക് ഹിം ടു പെർഫോം ദ കോൺട്രാക്ട്, സ്പെസിഫിക് പെർഫോമൻസിന് അയാളോട് ആവശ്യപ്പെടാം. ദീസ് ആർ ദ 3 എഫക്റ്റ് ഓഫ് കോൺട്രാക്റ്റിൽ പിന്മാറാം, കോമ്പൻസേഷൻ ആവശ്യപ്പെടാം, പെർഫോമൻസ് ചെയ്യാൻ ആവശ്യപ്പെടാം. ഈ 3 ഇതിൻ്റെ റെമഡീസ്, 3 റെമഡീസ്. ഓക്കെ, കോൺട്രാക്റ്റ് വോയിഡബിൾ ആണ്, വേണമെങ്കിൽ പെർഫോം ചെയ്യാം, വേണ്ടെങ്കിൽ അയാൾക്ക് പിന്മാറാം. ദാറ്റ്സ് അബൌട്ട് ഫ്രോഡ്. ഓക്കെ, നല്ലതുപോലെ വായിക്കുക, സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു ഡിയേഴ്സ്. എല്ലാവർക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ എൻ്റെ പോയിൻ്റ് ഒന്നുകൂടെ ഫോട്ടോ എടുത്ത് അയക്കാം. എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്ലാസ് നമുക്ക് മിസ് റെപ്രസെൻറ്റേഷൻ പഠിക്കാം. ഓക്കെ, താങ്ക് യു.